ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയ ചിന്തയ്ക്ക് ആധാരമായിട്ട് പ്രാരംഭമായി 3 വാക്യങ്ങൾ വായിക്കാനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ ഭാഗം വിശുദ്ധനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യം. വിശുദ്ധനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം പുതുപൊഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിക്കുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ആമേൻ. പ്രാരംഭമായി നാം വായിച്ച വേദഭാഗം വിശുദ്ധനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ വിശുദ്ധനായ പത്രോസ് പറയുകയാണ്, ഈ ഭൂമിയും ഇതിൻ്റെ പണികളെല്ലാം വെന്ത് കഴിഞ്ഞു പോകും. ധാരാളം കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. എന്നാൽ നാം എന്ത് ചെയ്യണം? അതാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. നാം വളരെ ഭക്തിയോടുകൂടിയും വിശുദ്ധിയോടുകൂടെ ആ ദിവസത്തെ കാത്തിരുന്ന് ഉത്സാഹിച്ച് കാത്തിരിക്കണം. ആ വരവിനായിട്ട് നമ്മൾ ത്വരിതപ്പെടുത്തി കാത്തിരിക്കണം എന്ന് ഇവിടെ വിശുദ്ധനായ പത്രോസ് പറഞ്ഞ ഭാഗമാണ് നാം പ്രാരംഭമായിട്ട് വായിച്ചത്. ഇനി അടുത്ത വേദഭാഗം വിശുദ്ധനായ പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ, കൊറിന്തോസുകാർക്ക് വിശുദ്ധനായ പൗലോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 16-ാം അധ്യായം 9 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്തോസ് 16-ാം അധ്യായം 9 മുതൽ താഴോട്ടുള്ള വാക്യം. എനിക്ക് വലിയതും സഫലമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. തിമോഥെയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കി. എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നുവല്ലോ. ആരും അവനെ അലക്ഷ്യമാക്കരുത്. ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കൊണ്ട് എന്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്രയായിരിക്കും. സഹോദരനായ അപ്പല്ലോസിന്റെ കാര്യമോ, അവൻ സഹോദരന്മാരോട് കൂടെ നിങ്ങളുടെ അടുക്കൽ വരയണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചു. എങ്കിലും ഇപ്പോൾ വരുവാൻ അവന് ഒട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ ശ്വാസത്തിൽ നിലനിൽപ്പിൽ പുരുഷത്വം കാണിപ്പിൽ ശക്തിപ്പെടുവിൽ. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. സഹോദരന്മാരെ, സ്തെഫാനോസിന്റെ കുടുംബം അഖായിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തെഫാനോസും ഒർദനാദോസും അഖായിയോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നിരത്തിയിരിക്കുന്നു. അവർ എന്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചു കൊള്ളുകയും ആസേന സഭകൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. അഖിലാവും ക്രിസ്തയും അവരുടെ ഭവനത്തിലെ സഭയോടുകൂടെ കർത്താവ് നിങ്ങളെ വളരെ വന്ദനം ചെയ്യുന്നു. സകല സഹോദരന്മാരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ ചുമനത്താൽ അന്യോന്യം വന്ദനം ചെയ്യുകയും. പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നമ്മുടെ കർത്താവ് വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹം. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും ഭാഗം നമ്മൾ വായിച്ചു. ഇവിടെ ഒരു വാക്കാണ് എൻ്റെ ഹൃദയത്തെ കൂടുതലും ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് വായിച്ചു. എന്താ വായിച്ചത്? അതായത് നമ്മുടെ കർത്താവായ യേശു വരുന്നു. അതേതാ വാക്യം? 22-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, കർത്താവിനെ സ്നേഹിക്കാത്തവനെ അവന് ശപിക്കപ്പെട്ടവൻ,
നമ്മുടെ കർത്താവ് വരുന്നു. താൻ പലരോടും 2 കൊരിന്ത്യർ ലേഖനത്തിൽ അവരെ പലരെയും അഭിവാദനം ചെയ്യും, ആശീർവാദം ചെയ്യുകയും ചെയ്യുന്ന പൗലോസിൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗമാണ്. ആ ഭാഗത്താണ് അവിടെ പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു. അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പദം എന്നറിയാം. മാറാനാഥ എന്ന പദം. കർത്താവ് വരുന്നു എന്ന വാക്ക്, അവിടെ ആ വാക്ക് ഏതാണെന്നറിയാമോ? എന്താ വാക്ക്? മാറാനാഥ. നമുക്ക് ഒത്തിരി കേട്ടിട്ടുണ്ട് അല്ലേ? മാറാനാഥ ചർച്ച്, മാറാനാഥ. എന്തെങ്കിലും കർത്താവ് വരുന്നു എന്നാണ് പൗലോസ് പറഞ്ഞ വാക്കിൽ നിന്നാണ് ആ വാക്ക് എടുത്തത്. ഇനി 3-ാമതൊരു ഭാഗം കൂടി നമുക്ക് വായിക്കാം. അത് യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം, അതിൻ്റെ 22-ാം അധ്യായം, അതിൻ്റെ 20-21 വാക്യം. സാക്ഷീകരിക്കുന്നത് ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇവിടെ കർത്താവിന്റെ വശത്ത് ചാരിക്കിടന്ന, കർത്താവ് ഏറെ സ്നേഹിച്ചു എന്ന് മറ്റുള്ളവർ പറയുന്ന, ക്രൂശിന്റെ ചുവട്ടിലുണ്ടായിരുന്ന യോഹന്നാൻ, താൻ യോഹന്നാന്റെ സുവിശേഷം, 3 ലേഖനങ്ങൾ, പാത്മോസിന്റെ ഏകാന്തതയിൽ വെച്ച് വെളിപ്പാട് പുസ്തകം എഴുതി വെത്തി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക്, അദ്ദേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 20-21 വാക്യത്തിൽ പറയാ, കർത്താവിന്റെ വേഗം വരുന്നു, കർത്താവ് വേഗം വരണമേ. ഞാൻ ഈ 3 ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞതിൻ്റെ സാരം: 1 പത്രോസ്, 2 പൗലോസ്, 3 യോഹന്നാൻ. 3 പേരും പറയുകയാണ് കർത്താവ് വരുന്നു, വേഗം വരുന്നു, വരണമേ. സ്തോത്രം. ഈ 3 ഭാഗങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട്, പത്രോസ് പറഞ്ഞ ഭാഗം, പൗലോസ് പറഞ്ഞ ഭാഗം, യോഹന്നാൻ പറഞ്ഞ ഭാഗം, ഇതെല്ലാം കാണിക്കുന്നത് കർത്താവ് രണ്ടാമത് വരും എന്നുള്ള കാര്യം. വരണമേ എന്ന അവരുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്ന വാക്കുകളാണ് ഈ എഴുതിയിരിക്കുന്നത്. ശരിയാണല്ലോ? ഈ ദൈവവചനത്തിൽ അനേക ഉപമകളുണ്ട്. എന്തുകൊണ്ട്? ഉപമകളുണ്ട്. അതിൽ എത്ര ഉപമകളുണ്ട് എന്നൊരു വേദപണ്ഡിതനോട് ചോദിച്ചാൽ എന്തായാലും 10-12 ഉപമകളെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഒരു പുസ്തകം നോക്കണ്ട, ഓരോ പുസ്തകത്തിലുള്ള ഉപമയൊന്ന് ഒരു ദിവസം ഇങ്ങനെ മറിച്ച് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇത്രയുണ്ട്. സ്തോത്രം. എബി അയ്യൂർ പാസ്റ്റർ നിരപ്പ് എന്ന പദം 5 പ്രാവശ്യം ഉണ്ടെന്ന് ആ വാക്യങ്ങൾ എടുത്ത് കാണിച്ചത്. നമുക്ക് വായിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് റീകൺസിലേഷൻ എന്ന് പറയുന്ന നിരപ്പിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്കും ഈ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാത്ത അറിവുകൾ പോലും കിട്ടും. നന്നായി ദൈവവചനം വായിച്ചാൽ മതി, അത് പഠിച്ചാൽ മതി, അത് ധ്യാനിച്ചാൽ മതി, അത് മനനം ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ 5 ഉപമകൾ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ച് പറയുന്ന ഉപമകളാണ്. ഒന്നുകൂടി പറയാം. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തിരുവായ് മൊഴിഞ്ഞ് പറഞ്ഞതായിരിക്കുന്ന 5 ഉപമകൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഏതൊക്കെയാണത്? പെട്ടെന്ന് പറഞ്ഞു പോകാം. എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, പെട്ടെന്ന് ഞാൻ വചന സന്ദേശം അവസാനിപ്പിക്കാം, പക്ഷെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിൻ്റെയും നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെയും പ്രാധാന്യം ഇന്ന് പകൽക്കാലം നാം ഓർത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നുണ്ട്.
കേട്ടോ. അതിനപ്പുറം ഈ വചന സന്ദേശത്തിന് മാർക്കറ്റാണോ എത്ര നന്നായി പാസ്റ്റർ നന്നായി പ്രസംഗിച്ചു എന്ന് പറയാനൊന്നുമല്ല. 5 ഉപമകൾ. ഒന്നാമത്തെ ഒരു ഉപമ ഞാൻ പറയാം. ഞാനത് വിശദീകരിക്കാനായിട്ട് തയ്യാറല്ല. വിശദീകരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒത്തിരി പോകും. എങ്കിലും ഞാൻ പറഞ്ഞു പോകും. ഒന്നാമത്തെ ഉപമ അത് ലൂക്കോസും മാർക്കോസും എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്നിട്ടാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നമുക്കറിയാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഡോർ കീപ്പറിനെ കുറിച്ചാണ്. ശരിയല്ലേ? കർത്താവ് ഒരു വാതിൽ തുറന്നു കൊടുക്കണം എന്ന് പറയണം അല്ലേ? ഇത് കർത്താവിന് വരവിനോടുള്ള ബന്ധത്തിലുള്ള ഒരു ഉപമ തന്നെയാണ്. അത് തന്നെ മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 35 മുതൽ 37 വരെ വാക്യത്തിലുണ്ട്. അതുകൂടി ഇത് ക്രോസ് റെഫറൻസിൽ വായിക്കാം. മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 35 മുതൽ 37 വരെയുള്ള. യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായികൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ പറഞ്ഞ വാക്യത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമയത്തെ സംബന്ധിച്ചിടത്തോളം. ശരിയല്ലേ? അപ്പോ വരുമ്പോ ഉറങ്ങിയിരിക്കാനും പാടില്ല, വാതിൽ തുറന്നു കൊടുക്കണം. ഇതാണ് ഒരു ഉപമ. ഞാൻ നേരത്തെ പറഞ്ഞു പത്രോസ്, പൗലോസ്, യോഹൻ കർത്താവേ വേഗം വരണം ആഗ്രഹത്തോടെ പറയാം. പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. കാരണം കർത്താവിനോട് നമ്മുടെ ദേഹത്ത് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുന്ന അത്യുത്തമം എന്ന് ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവ ഭക്തന്മാരുടെ മരണം ദൈവസന്നിധി വിലയേറിയതാകുന്നു എന്ന വാക്യം ഞാനവിടെ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഡോർ കീപ്പറിനെ കുറിച്ച് ഞാൻ പറയാം. രണ്ടാമത്തെ ഉപമ, ഞാൻ ഈ ഉപമയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് എഴുതിയെടുത്ത് നിങ്ങൾ വീട്ടിൽ ചെന്ന് ധ്യാനിക്കണം. ഈ ഓരോ ഉപമയെക്കുറിച്ചും നിങ്ങൾക്ക് പ്രകാശനം ലഭിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റണം. രണ്ടാമത്തത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 39-40 വാക്യം. ഇവിടെ രണ്ടാമത്തെ ഉപമ, ആദ്യത്തെ ഉപമയിൽ ഡോർ കീപ്പർ, രണ്ടാമത്തേൽ ആരാ? ഒരു വീട്ടുടമസ്ഥൻ. ശരിയാണോ? ഒരു വീട്ടുടമസ്ഥൻ. അവിടെ മത്തായി സുവിശേഷം പറയുന്നുണ്ട് 24-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. കറക്റ്റ്, വായിച്ചത് കറക്റ്റാണ്. അത് കറക്റ്റാണ്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ നമ്മൾ വായിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 30-40 വാക്യവും മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യവും പറയുന്നത് വീട്ടുടമസ്ഥനെ കുറിച്ചാണ്. നിലയ്ക്കാത്ത നാഴികയിൽ വരുന്ന കള്ളനെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നത് കർത്താവ് കള്ളനെ പോലെ വരുമെന്ന്. കള്ളനല്ല കർത്താവ്. എബിയായൊരു പാസ്റ്റർ പറഞ്ഞു, നമുക്ക് വേണ്ടി കർത്താവിനെ പാപമാക്കി എന്ന വചനത്തിൽ ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെന്ന പുള്ളി പറഞ്ഞു. പാപമാക്കിയതല്ല, പാപത്തിന്റെ പ്രായശ്ചിത്തമാക്കി. യേശു ഒരിക്കലും പാപമല്ല. യേശു പാപമാണോ? പരിശുദ്ധനായ കർത്താവിന് പാപം എന്ന് പറയുന്നത് തൊട്ട് തിണ്ടിട്ടില്ല. പക്ഷെ പാപത്തിന്റെ പ്രായശ്ചിത്തമാക്കി. ആ ട്രാൻസ്ലേഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിക്കാൻ. അത്
പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ പറയുന്ന ഒരു വീട്ടു ഉടമസ്ഥനെ കുറിച്ച്, ആദ്യം പറഞ്ഞത് ഒരു ഡോർ കീപ്പറെ കുറിച്ച്. ഇനി മൂന്നാമത്തെ ഉപമയിലേക്ക് ഞാൻ വരികയാണ്. അത് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 45 മുതൽ അപ്പുറത്തേക്ക് 51 വരെയുള്ള വാക്യം വായിച്ചു. അതെ, വായിച്ചോ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ എന്ന് ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയും. എന്നാൽ അവൻ ദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു ദാസന്മാരെ പിടിപ്പാനും പ്രിയന്മാരോട് ചെന്നുകൊടുക്കാനും തുടങ്ങിയാൽ ആ ദാസൻ ഇത് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41 മുതൽ 46 വരെ വാക്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചേ. ഞങ്ങളോട് കൂടെ സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിന് യജമാനൻ തന്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തൻ ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ പറയുവാൻ അവൻ തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ബാല്യക്കാരെ ബാല്യക്കാറ്റുകളെയും തല്ലുവാൻ എന്ന് കുടിച്ച് മതിപ്പാൻ തുടങ്ങിയാൽ അവൻ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസന്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവന്റെ അവിശ്വാസത്തോടുകൂടെ പങ്കുവയ്ക്കുകയും ചെയ്യും. സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കാവൽക്കാരനെ കുറിച്ച്, വീട്ടുകാവൽക്കാരനെ, ഡോർ കീപ്പറെ കുറിച്ച് ഒരു ഉപമ. രണ്ടാമത് പറയുന്നത് ഒരു വീട്ടു ഉടമസ്ഥൻ. നമ്മൾ ഓരോരുത്തരും വീടുകളുടെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലാണ് രണ്ടാമത് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു വീട്ടിലെ വേലക്കാരനെ കുറിച്ച്. ഇവിടെ കുറച്ച് പേടിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. എന്താ പേടിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? വിശ്വാസികളോടാണ് കർത്താവ് ഇത് പറഞ്ഞത്. ഇത് കുറച്ച് പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കടന്നു പറഞ്ഞിട്ടുണ്ട് കർത്താവ്. കാരണം വിശ്വാസിയായി നിനക്ക് അവിശ്വാസിയോടുകൂടി പങ്കിടുന്നതാണ് അല്ലേ? ഇത് കുറച്ച് സീരിയസ് കാര്യമാണ്. എന്ന് പറഞ്ഞത് ചില്ലറ കാര്യമല്ല. ഇവിടെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന വേലക്കാരൻ അതിൻ്റെ അർത്ഥത്തിൽ കാത്തിരുന്നില്ലെങ്കിൽ, പ്രിപ്പയർഡായിട്ട് ഇരുന്നില്ലെങ്കിൽ അവന് അവിശ്വാസിയോടുകൂടെ ഒന്നതിൽ പറയണേ. മറ്റൊന്ന് പറയണത് ഈ ലാഭവും വല്ലുവിടിയൊക്കെ എവിടെയാണ് നടക്കണത്? ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയല്ലേ? കുറച്ച് അപകടകരമായ, പേടിപ്പെടുത്തുന്ന ഒരു ഉപമയാണ് ഈ ഉപമ. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം. മത്തായി സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഉപമ. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മത്തായി സുവിശേഷത്തിൽ മാത്രമേ ഈ ഉപമ പറഞ്ഞുള്ളൂ. എന്നാൽ അത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള ഒരു ഉപമയാണ്. സ്വർഗരാജ്യം അല്ല, 10 കന്യകമാരുടെ ഉപമ. പ്രൈസ് ദി ലോർഡ്. അത് മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യം. അതിന് ആദ്യ ഭാഗം ഒന്ന് വായിച്ചേ. ഇനി അത് മുഴുവൻ വായിക്കണ്ട. 13 വാക്യങ്ങൾ വരെ വായിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണെന്നറിയാം. ഇനി 5-ാമത്തെ ഒരു ഉപമയും കൂടി. എത്ര പ്രാധാന്യമുണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവിനെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് കേട്ടോ. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 14 മുതൽ താഴോട്ട് വാക്യങ്ങൾ വായിച്ചു. മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2. എന്തൊക്കെ ഏൽപ്പിച്ചു? സമ്പത്ത് ഏൽപ്പിച്ചു. പിന്നെ ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അതായത് ഈ
ആൾ എവിടേക്കാണ് പോണത്? ഒരു ഫോറിൻ ലാൻഡിലേക്ക്, ഒരു വിദേശത്തേക്ക് പോവാം. അപ്പോൾ ഈ തൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, സ്വത്തുക്കൾ മുഴുവൻ ഏൽപ്പിച്ചു, താലന്തുകളും ഏൽപ്പിച്ചു. എന്ത് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അറിയും. നമുക്ക് ഓരോരുത്തർ, അപ്പം ഞാൻ പലപ്പോഴും ഒരാൾക്ക് 5 കൊടുത്ത്, ഒരാൾക്ക് 3 കൊടുത്ത്, ഒരാൾക്ക് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്ക് നൽകപ്പെട്ട താലന്തുകൾക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ചിലർക്ക് ജോലി ചെയ്യാനായിരിക്കും, ചിലർക്ക് പുഞ്ചിരിക്കാനായിരിക്കും, ചിലർക്ക് കൂടുതൽ സുവിശേഷം നന്നായി പ്രസംഗിക്കാനായിരിക്കും, ചിലർക്ക് സഹായിക്കാനായിരിക്കും. പല വിധത്തിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ കർത്താവ് നന്നായി അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എല്ലാവർക്കും കൊടുത്തു താലന്തുകൾ, കേട്ടോ, എല്ലാവർക്കും താലന്ത് കൊടുത്തു. എന്നിട്ട് വ്യാപാരം ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ പോണത്. തിരിച്ചു വന്ന് കണക്ക് ചോദിക്കുന്നത് ചെയ്യുന്നത്. ഇത് കർത്താവിൻ്റെ പറവിനോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ഇത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്, ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചത്, ലൂക്കോസിന് സുവിശേഷം 19:11. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ യെരൂശലേമിനെ സമീപിച്ചിരിക്കുകയാണ്. ദൈവരാജ്യം ക്ഷണത്തിൽ വെളിപ്പെടുമെന്ന് അവർക്ക് തോന്നുകയാണ്. അവൻ ഒരു ഉപമയെ കൂടെ പറഞ്ഞു. എന്നാൽ പുനീതനായ ഒരു മനുഷ്യൻ രാജ്യത്തെ പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ചു. ഒന്ന് നിർത്തിയ എന്ത് പ്രാപിച്ചു? കർത്താവ് ആദ്യം വന്നത് ആരായിട്ട്? ഒരു മനുഷ്യനായി എന്ന് പറഞ്ഞ ഒരു യാഗമൃഗമായി, ഒരു മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും അപമാനം സഹിച്ചു കർത്താവ് വരുന്നത്. ഇദ്ദേഹം പോവാണ് എവിടേക്ക്? രാജ്യത്വം പ്രാപിച്ച് തിരിച്ചു വരണം. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ്. നിങ്ങൾക്ക് ആ വാക്യത്തിൻ്റെ ആത്മീയ അർത്ഥം വായിച്ചാൽ പിടികിട്ടില്ലേ? 5 ഉപമകൾ യേശുവിൻ്റെ 2ാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ ഇവിടെ രേഖപ്പെടുത്തി. അപ്പോൾ കർത്താവ് എത്രമാത്രം ഈ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. നമുക്കറിയാം, ഈ 5 ഉപമകൾ, ഈ ഉപമകളൊക്കെ പഠിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. ഈ 5 ഉപമകളും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. കഴിയുമെങ്കിൽ ഓരോ ഉപമയും വ്യാഖ്യാനിക്കാൻ പഠിക്കണം. അതിന് അർത്ഥതലങ്ങളെ പഠിക്കാൻ കഴിയണം. എന്നാൽ ഞാൻ ജനറലായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ 5 ഉപമകളിലും പൊതുവായൊരു കാര്യം ഇരിക്കുന്നു. എന്താണെന്ന് നിങ്ങൾക്ക് പറയാം. പൊതുവായ കാര്യം ഈ 5 കാര്യത്തിൽ എന്താണ്? അത് ഞാൻ പൊതുവായി പറഞ്ഞത്, എല്ലാ ഉപമകളും അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ 5 കാര്യത്തിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കണം. ഈ 5 കാര്യത്തിലും സമയം അറിയില്ല, എപ്പോഴാ വരുന്നത് കർത്താവിന്റെ വരവിന്റെ സമയം അറിയാത്തതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ഒന്ന് കരുവ കർത്താവിനെ സ്തുതിച്ചാൽ ഞാൻ പോൾ തോമസ് പറഞ്ഞ കാര്യത്തെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുക. അതായത് ഈ 5 ഉപമകളിലും പറയുന്നത് ഒരു സഡൻ വരവ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ടൈം. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രത്യേകത? അവിചാരിതമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടോ, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് വരുമെന്നാണ് ഈ 5 ഉപമകൾ പറയുന്നത്. സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്നാ വരണേ എന്ന് ഈ ഫോറിനിലേക്ക് പോയ ആളും പറഞ്ഞിട്ടില്ല. ഏത് സമയത്താണ് വരുന്നതെന്ന് ഈ വാതിൽ തുറന്നു കൊടുക്കേണ്ട ആളോടും പറഞ്ഞിട്ടില്ല, അല്ലേ? അതുപോലെ തന്നെ ഈ ഏൽപ്പിച്ച സർവന്റിനോടും പറഞ്ഞിട്ടില്ല, കന്യകമാരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു കാര്യം ഈ എല്ലാ ഉപമകളിലും പറയുന്നുണ്ട്, അൺഎക്സ്പെക്റ്റഡ് ടൈം, സഡൻ കമ്മിങ്, പെട്ടെന്ന് വരവ്. കർത്താവിൻ്റെ വരവ് അങ്ങനെയായിരിക്കും. ഇന്ന് എന്തോരം പ്രസംഗങ്ങളൊക്കെയാണ്. കർത്താവ് ഇത് നാളെ വരും. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഇതിലൊക്കെ നോക്കി, മാർച്ച് 4 കർത്താവ് വരും. മാർച്ചാൽ കഴിഞ്ഞില്ല. ഈ ഡേറ്റ് ആർക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സമയം പറഞ്ഞിട്ടുണ്ട്. കാരണം കർത്താവിനറിയാം, സമയം പറയുകയാണെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട സഭകളുടെ ഏറ്റവും വലിയ ഭരണം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കാണുന്നുണ്ട്, ഇന്നാളായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവദാസന അഭിനന്ദനത്തിന് പ്രവാഹനം. അത് IPC ആയിക്കോട്ടെ, ചർച്ച് ഓഫ് ഗോഡ് ആയിക്കോട്ടെ, AG ആയിക്കോട്ടെ, അതിൻ്റെ മലബാറോ അതിൻ്റെ സൗത്ത് ഇന്ത്യയോ ഓൾ ഇന്ത്യയോ ഇന്റർനാഷണലോ എന്തും ആയിക്കോട്ടെ, അഭിനന്ദനങ്ങളെ കൊണ്ട് അങ്ങോട്ട് പ്രവാഹമാണ്. വോട്ടെടുപ്പ്, ഹിതപരിശോധന, പലവിധ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ ഹിതപരിശോധനയെ കുറിച്ച് ആരോ ഒന്നും പറയുന്നില്ല. ഇത് ചിന്തിച്ചു നോക്കണം നിങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്
ആ സമയം നാഴിയൊന്നും ആർക്കും അറിഞ്ഞുകൂടാ എന്നാ പറയുന്നത്. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, 4 സ്ഥലത്ത് പറയുന്നത് എങ്ങനെയെന്ന് പറയാം. ഒരു സ്ഥലത്ത് പറയുന്നു കള്ളനെ പോലെ രാത്രി വരും. എന്താ പറയുന്നത്? നമുക്കറിയാം, കള്ളൻ ഒരിക്കലും ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടല്ല വരാം. എന്നാൽ യുദ്ധത്തിലൊക്കെ ഇസ്രായേൽ ഞാൻ അവരെ കൊല്ലും, ഞങ്ങൾ അവരെ പിടിച്ചെടുക്കും, ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന എല്ലാ സൈറണും എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ടാണ് പോണത് ഇസ്രായേൽ. എന്നാൽ ഗാസയുടെ ഉള്ളിൽ തുരങ്കത്തിലിരിക്കുന്ന ഇസ്രായേൽ അവരെ വിളിക്കുന്നത് തുരപ്പന്മാരെന്നാണ്. കാരണം തുരങ്കത്തിലാണ് ഇരിക്കുന്നത്. അവരെപ്പോഴാണ് പുറത്തു വരാം, എപ്പോഴാണ് ജനവാസ മേഖലയിൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടിക്കുക ഇത് ചെയ്യാന്ന് ഒരാൾക്ക് അറിഞ്ഞുകൂടാ. അതുപോലെയല്ല ഇസ്രായേൽ ചെയ്യുന്നത്. ഇസ്രായേൽ വളരെ ഇതിൽ പറയും, ഇന്ന ആൾക്കാരെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന് ചെയ്തിട്ട് ഞങ്ങൾ ഈ നട്ടത്തിന് ഞങ്ങൾ ഇത് ചെയ്യും, അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നു. ഞാൻ അവർ രണ്ടു പക്ഷത്തും നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞത് കള്ളന്റെ പ്രത്യേകത, കള്ളൻ ഒരിക്കലും പറഞ്ഞിട്ട് വരില്ല. രണ്ടാമത്തെ കാര്യം, കർത്താവിന് കാത്തിരുന്ന ആ കന്യകമാര്. എത്ര കന്യകമാരുണ്ടായിരുന്നു? 10 കന്യകമാരുണ്ട്. ഈ എത്ര പേർക്ക് ഒരുക്കുണ്ടായിരുന്നു? ആര് പറഞ്ഞു 5 പേർക്ക് ഒരുക്കുന്നത്? 10 പേർക്ക് ഒരുക്കുണ്ടായിരുന്നു. അവർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, അവരെന്തിട്ടിട്ടുണ്ട്? അവർ വിളക്ക് കഴിച്ചിട്ടുണ്ട്, അത്യാവശ്യം കത്തിക്കാനുള്ള കാര്യം അവരുടെ ഉണ്ട്. പക്ഷെ അത് പോരാ. അതിൽ 5 പേര് ബുദ്ധിമതികളായിരുന്നു. എന്താ കാരണം? അവരുടെ കയ്യിൽ എക്സ്ട്രാ എണ്ണയുണ്ടായിരുന്നു. ആ എണ്ണ തൊട്ട് വേറൊരാൾക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റുന്ന എണ്ണയായിരുന്നു. ഞാൻ വിശ്വാസി വന്നു, എൻ്റെ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് കയറിപ്പോകാന്ന് ചിന്തിക്കാൻ പറ്റില്ല. വ്യക്തിപരമാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. വ്യക്തിപരമാണ് കർത്താവ് വിളിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ മോശയുടെ സകല കുടുംബങ്ങളെ കുറിച്ചും ബൈബിൾ പറഞ്ഞാണ്, അല്ലെങ്കിൽ സാമൂൽ പ്രവാചകന്റെ എല്ലാ മക്കളെ കുറിച്ചും ആ വലിയ കാര്യത്തിൽ പറഞ്ഞേനെ, അല്ലെങ്കിൽ അഹ്റോന്റെ എല്ലാ മക്കളെ കുറിച്ചും പറഞ്ഞേനെ. അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞു കേൾക്കണില്ല. ആര് വിളിച്ചു എന്ന ബോധ്യത്തോടുകൂടി ആര് വിശ്വസ്തരായി അവരുടെ പേരുകളായി എഴുതപ്പെട്ടിരിക്കുന്നു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കണം. ആ ഒരുക്കം, മണവാളനെ എതിരേൽക്കാനുള്ള ഒരുക്കം എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് സഹായിച്ചൊരുക്കാവുന്നല്ല, നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് ഒരുങ്ങണം. അപ്പോ അത് രാത്രി ഒരു സമയത്താണ്. ഈ സമയമെന്നൊന്നും പറയില്ല, പാതിരാത്രി എന്നോ പറയുന്നത്. മൂന്നാമത്, ഒരു ആള് എവിടേക്ക് പോയി? വീട്ടുടമസ്ഥൻ എവിടേക്ക് പോവാ? വിദേശത്തേക്ക് പോണ കാര്യമല്ല, അതിന് മുമ്പത്തെ വീട്ടുടമസ്ഥൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യാം? പോവാ. അപ്പൊ ഈ വാതിൽ തുറന്നു കൊടുക്കണം. അത് വിഷയം. വാതില് കുറെ കാലത്തേക്ക് ഒരു അറിവില്ല. ഇദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് കുറെ കാലത്തേക്ക് അറിവില്ല. ഏത് സമയത്താ വരാന്ന് പറഞ്ഞുകൂടാ. ഏത് സമയത്ത് വന്നാലും വാതിൽ തുറന്നു കൊടുക്കണം. പറയുന്നത് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആൾ ഉറങ്ങിയാൽ ശരിയാവോ? ലേസിയായ ശരിയാവോ? ശരിയാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടെയാണ് വിശ്വസ്തതയുടെ പ്രാധാന്യം വരുന്നത്. അവിടെയാണ് ഒരുക്കത്തിന്റെ പ്രാധാന്യം വരുന്നത്. അങ്ങനെ നിനക്കാത്ത നാഴികനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് പോവാണ്, വാരണാസിയിലേക്ക് ഒക്ടോബർ 20-ാം തീയതി പോവാണ്. ഞാൻ കൃത്യമായിട്ട് 30-ാം തീയതി വരുമ്പോഴൊന്നും നമുക്കൊരു കുഴപ്പമില്ല. 20 മുതൽ 30 വരെ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ കാര്യമില്ല, പണ്ട് സഭയുടെ ആദ്യകാലത്ത് സമയത്ത് ഞാൻ ചില ആഴ്ചകൾ എവിടേക്കെങ്കിലും പോണ ആഴ്ചകളുണ്ടായിരുന്നു. അപ്പം അന്ന് കുറേ പേര് വരില്ല. 2 ന്യായീകരണം പറയാനുണ്ട്. എന്നിട്ട് അറിയും, ഒന്ന് പോസ്റ്റിലുണ്ടായി കഴിഞ്ഞാൽ ആകെ കൂടി കുഴപ്പമാവും. ഫാസ്റ്റിലുണ്ടായാൽ ആകെ കുഴപ്പമാകുന്ന സ്ഥലമല്ല സഭ. സഭ ആരുടെയാ? ദൈവത്തിൻ്റെയാ. അവിടെ ദൈവം വ്യക്തികളെ ആക്കി വെച്ചിട്ടുണ്ട്. ഒരാള്
എന്നിലോ വേറൊരു വ്യക്തിയിലോ ആസ്വദിച്ചുള്ള അല്ലെങ്കിൽ ആശ്രയിച്ചുള്ള സ്ഥലമല്ല ദൈവസഭ. അതിന്റെ അർത്ഥം നമുക്ക് സഭയിൽ വരുന്ന കുട്ടികൾ മുതൽ സകലർക്കും എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. വളരെ സീരിയസ് ആയ കാര്യം. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ ഫോൺ ചെയ്യും ആന്ധ്രയെന്നോ അല്ലെങ്കിൽ യു പിന്നൊക്കെ ഫോൺ ചെയ്യും. ഇന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? ഇന്ന് കുറേ പേരുണ്ടായില്ല. അതെന്താ ഉണ്ടാവാൻ? പിന്നെ ഞാൻ വന്ന് എന്താ, അതെ അന്ന് എനിക്ക് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ആരെ പ്രസാദിപ്പിക്കാനാണ് വരുന്നത്? ആർക്ക് അറ്റൻഡൻസ് കൊടുക്കാനാണ് വരുന്നത്? ഹല്ലേലൂയ. നമ്മൾ ഉത്തരവാദിത്വം കടമ ഓർക്കണം. അപ്പോൾ ഏത് സമയത്തും കുറച്ച് നാളത്തേക്ക് ഇദ്ദേഹം വന്നില്ല, പിന്നെ വന്നപ്പോൾ തുറന്നു നോക്കിയത് കാര്യം പറയണേ. അതും പറയുന്നത് എന്ത് തന്നെയാ? ഒരു ലേറ്റ് റിട്ടേൺ. ലേറ്റ് റിട്ടേൺ. അതേസമയം ഒരു മനുഷ്യൻ വിദേശത്തേക്ക് പോയിട്ട് അതെന്തിനാ പോയത്? രാജ്യത്വം പ്രാപിച്ച് തിരിച്ചു വരാൻ. ഈ വാക്യങ്ങളൊക്കെ ഈ ഉപമകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ, അത് ഈ ബൈബിള് നമ്മോട് പറയുന്നത് ബൈബിള് വായിച്ച് ധ്യാനിക്കണം. നമ്മൾ തളർന്നിരിക്കുമ്പോൾ, നമുക്ക് ഉഷാറില്ലാതിരിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ വായിച്ചിട്ടുണ്ട്. യേശു വരുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങൾ. അതായത് ഉന്നത കുലജാതനായിരിക്കുന്ന നോബിളായിരിക്കുന്ന ഈ വ്യക്തി ഒരു വിദേശ രാജ്യത്തിലേക്ക്, ഇവിടെ നമ്മുടെ സ്വദേശമല്ല. ഇവിടെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഭൂമി സ്വദേശമാണെങ്കിൽ വിദേശം പിന്നെ അമേരിക്കയാണോ? ആണോ? അല്ല. ഭൂമിയെയാണ് സ്വദേശമായിട്ട് നമ്മൾ കാണുന്നെങ്കിൽ വിദേശം ഏതാ? ചൊവ്വേനെ പിന്നെയും പറയാം. ഈ കാണപ്പെടുന്ന ഭൂമി മുഴുവൻ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ സ്വദേശമാണെങ്കിൽ കാണപ്പെടാത്തതായിരിക്കുന്ന, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവമായുള്ള സമാഗമന കൂടാരം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥമായ സ്ഥലം. കേട്ടോ? അതുകൊണ്ടാണ് ദൈവത്തിന് പറഞ്ഞത് നാം ഈ ഭൂമിയിൽ എങ്ങനെ പറക്കുന്നവരാ. അങ്ങനെ ഒരു സങ്കീർത്തനത്തിൽ വാക്യമുണ്ടല്ലോ, ആർക്കും കാണാതെ അറിയാൻ പറ്റും. എൻ്റെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കണേ. നമ്മൾ ഏതെങ്കിലും വീട്ടിലേക്ക് ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നല്ല വാക്യങ്ങളുള്ള ഇതൊക്കെ എഴുതി കൊടുക്കും. ഹിന്ദുക്കളുടെ വീട്ടിലേക്ക് എഴുതി കൊടുക്കും. എങ്ങനെ ചെയ്യണമെന്ന് അറിയാമോ? ആ ബൈബിൾ വാക്യത്തിൻ്റെ റെഫറൻസ് എടുത്ത് മാറ്റിയാൽ മതി. വാക്യം തന്നെയായിരിക്കും. അവർ എന്ത് പേടിക്കണേ? വാക്യത്തിൻ്റെ റെഫറൻസ് അനുസരിച്ചാണോ ദൈവം മാർക്കിടുന്നത്? അതോ ആ വാക്യം ഏറ്റെടുത്താൽ മതിയോ? ഗൾഫിൽ അനേകം വിദേശ സ്ഥാപനങ്ങൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അറബികളൊക്കെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ ഒറ്റ ഒരു വാക്യം കേട്ടോ. അങ്ങനെ നോക്കി മേടിക്കണത്. അവർക്കറിയോ ദൈവവചനാണ്. എല്ലാ ദിവസവും ഈ വാക്യം മാറ്റി എല്ലാ ദിവസവും ഓർത്ത് ശക്തിപ്പെടും. കേട്ടോ? ഈ വാക്യമല്ലേ, വാക്യത്തിന്റെ റെഫറൻസ് ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ദൈവം എന്തെങ്കിലും പറയോ? ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അദ്ദേഹം തിരിച്ചു വരിക ഈ ഫോറിനിൽ പോയിട്ട്. ആ വാക്യം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ വാക്യം പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയത് ഹൗസ് വാമിങ്ങിന്റെ സമ്മാനത്തിലേക്ക് പോയത്. അതുണ്ട്. അതല്ലാതെ ഞാൻ പരദേശിയായി പാർക്കുന്ന എൻ്റെ ഭവനത്തിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകും എന്നൊരു വാക്യം വേണ്ട. ഇപ്പം നീ തിരഞ്ഞെടുത്ത സമയം പോവും. അടുത്ത ആഴ്ച ഓർത്ത് വന്നാൽ മതി. കേട്ടോ? ഇപ്പം നോക്കണമെന്നില്ല. അങ്ങനെ വാക്യമുണ്ട്. കാരണം ഞാൻ ആ ഒരു വാക്യം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായി. ഓയമ്പിൽ ഞാൻ വിശ്വാസത്തിൽ വന്ന നാളുകൾക്ക് ഭയങ്കര ഇതല്ലേ, എവിടെയെങ്കിലും ഇതുപോലെ വീട്ടിൽ വെക്കാനുള്ള വാക്യം ഉണ്ടോ എന്നൊക്കെ നോക്കി. അങ്ങനെ ഇന്നലെ ഞങ്ങളൊരു ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ട്. ഈ വിദേശത്തൊക്കെ എങ്ങനെ വെച്ചാൽ നമ്മൾ ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ സാധനം ഒരു ലിസ്റ്റ് അവർ തരും. സമ്മാനം കൊടുക്കണമെങ്കിൽ അതിൽ നിന്ന് സമ്മാനം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു വീട്ടിൽ 4 മുറി ഉണ്ടെങ്കിൽ 40 ക്ലോക്ക് വരും. ഇത് മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ഇന്ന സാധനങ്ങളിൽ നിന്ന്. പക്ഷെ ഞങ്ങൾ ആ സാധനങ്ങളൊന്നും നല്ല വാങ്ങിച്ചത്. മാറ്റി നല്ലൊരു വാക്യം എടുത്ത് അത് സുരഭിയിൽ ജിയോ മനോഹരമായിട്ട് അതെന്ത് ചെയ്തെന്നു അത് ഫ്രെയിം ചെയ്ത് അതും കൊണ്ടുപോയി ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. നന്നായി ചെയ്തു. ജിയോ സബ്സിഡൈസ് റേറ്റിലാണ് ജിയോ തരുന്നത്. പ്രൈസ്
ഹല്ലേലൂയ. ഞാൻ ചിന്തിച്ചു ദൈവം ഇതൊരു 10 നമുക്ക് ഉണ്ടാക്കിയിട്ട് ജീവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് നമുക്കൊരു ചെറിയ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഈ 10 വെച്ച് ചിലരൊന്ന് വാങ്ങിക്കും. അതും ഒരു സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇതിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന്. സുവിശേഷ പ്രവർത്തനത്തിന് പല സ്കോപ്പുണ്ട്, പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും ഉണ്ട്. ഒരാൾ പറയാണ്, നമ്മുടെ ലീലാവാസവർ പറയുന്നത്, ഒരു കട ഇട്ടു. ഞാൻ വന്ന് എനിക്ക് അങ്ങനെ വലിയ ശമ്പളമൊന്നും വേണ്ട, ഒരു ചെറിയ എനിക്ക് പോയി വരാനും ഒരു 10-200 രൂപ എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൊടുക്കേണ്ടത് 500 രൂപയാണെങ്കിൽ, ഡെയിലി കൊടുക്കേണ്ട 500 രൂപയാണെങ്കിൽ 300 രൂപയും ദൈവത്തിന് വേണ്ടി ആൾ കൊടുക്കുക. ശരിയാണോ? പറയുന്നത് മനസ്സിലാവുന്നത്? ഇത് അനേക ചാൻസുകൾ നമുക്കുണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഫോറിൻ രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോയി രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നാം എങ്ങനെയായിരിക്കണം എന്നാ ഇവിടെ പറഞ്ഞത്. വായിച്ച് നമ്മുടെ നിയമം ദൈവത്തിന് വചനമാണ് ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. ഇനി ഈ 5 പാരബിളിലും ഈ 5 ഉപമകളിലും നമ്മോട് പറയുന്ന 3 കാര്യങ്ങൾ. ഈ 5 ഉപമയിൽ എന്തൊക്കെയാണെന്ന് പറയാം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഉണർന്നിരിപ്പിൻ, പിന്നെ ഒരെണ്ണം പറഞ്ഞു ഉണർന്നിരിപ്പിൻ, ജാഗരിച്ചിരിപ്പിൻ. ഓക്കെ, ഉണർന്നിരിപ്പിൽ ഞാൻ അത് കൂട്ടിയിട്ടാ. ഏത്? ജാഗരിപ്പിൻ. ഓക്കെ, ശരി. ഇനി വിശുദ്ധിയോടെ ഇരിക്കുക. ഒറ്റ വാക്കിൽ എനിക്ക് കിട്ടണം. വിശുദ്ധിയോടെ ഒറ്റ വാക്കിൽ. കർത്താവ് വരുമ്പോൾ, കർത്താവ് രണ്ടാമത് വരുമ്പോൾ, യജമാനൻ രണ്ടാമത് വരുമ്പോൾ, രാജ്യത്വം പ്രാപിച്ചവർ രണ്ടാമത് വരുമ്പോൾ, മണവാളൻ രണ്ടാമത് വരുമ്പോൾ എങ്ങനെ ഇരിക്കണം? ഒരുങ്ങിയിരിക്കണം. കേട്ടോ? 2 വാക്യം നമുക്ക് കിട്ടി. ഒരുക്കം, ജാഗരണം. ഒരെണ്ണം കൂടി അത് പറഞ്ഞു കഴിഞ്ഞു. അത് ഏകദേശത്തിനോട് അർത്ഥം ഒരുപോലെ തന്നെയാണ്. ഞാനത് ആദ്യം അറിയാമോ, ഞാൻ ഇംഗ്ലീഷിൽ ഞാൻ വാക്ക് എടുത്തിട്ട് ഈ 3 വാക്കുകൾ മലയാളത്തിൽ ഇംഗ്ലീഷിലെ 3 വാക്കുകൾ എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് പോയി. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞപ്പോൾ അതിൽ കാണിക്കാം കാത്തിരിക്കണം 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 എന്ന് എഴുതുന്നത്. 3 വാക്കുകൾ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കണം. എങ്ങനെ? എന്തൊക്കെ വേണം? ഒരുങ്ങിയിരിക്കണം, കാത്തിരിക്കണം, ജാഗരിച്ചിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഈ 5 ഉപമകളിലും ശരിക്കും നോക്കിയാലുണ്ട്. ഇംഗ്ലീഷിൽ 3 കേട്ടോ വാക്കുകളുണ്ട്. റെഡി, വെയിറ്റിംഗ്, വാച്ചിങ്. ഇങ്ങനെ 3 വാക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. 5 ഉപമകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുക്കമുണ്ടോ? ഒത്തിരി എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോകും. എങ്ങനെ നമുക്ക് ഒരുങ്ങാൻ പറ്റാം? കാത്തിരിക്കണമെങ്കിൽ, ഒരുങ്ങണമെങ്കിൽ, ജാഗരിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പ്രാർത്ഥന വേണം, മാനസാന്തരം വേണം, വിശുദ്ധീകരണം വേണം, ദൈവജന വായന വേണം, വചനം വായിക്കണം. വചനം വായിച്ചാലാണ് ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ മെസ്സേജുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ കത്തുന്നില്ലേ? ഇല്ലേ? ഈ 5 ഉപമകളിലൂടെ കർത്താവ് യേശുവിൻ്റെ രണ്ടാമത്തെ വരും. അത് രാത്രികാലാണെങ്കിലും പറയാത്ത സമയമാണെങ്കിലും ഏത് സമയമാണെങ്കിലും ഒരുങ്ങിയിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വരില്ലാന്ന് വിചാരിച്ച് അതുപോലെ അധപ്പതിച്ച് ആൾക്കാർ തല്ലാനും കൊല്ലാനും മാനസാന്തരപ്പെടാനും ഒരുക്കമില്ലാതിരുന്നു കഴിഞ്ഞാൽ അവിശ്വാസികളോടുകൂടെ എന്ത് കൊടുക്കും? ഇനി താലന്ത് കൊടുത്തിട്ട് അത് ചെയ്തില്ലെങ്കിലും ഒന്ന് ആലോചിച്ചു. ദൈവം എന്തെല്ലാം ആഗ്രഹിക്കുന്നു. ഒരാൾക്ക് പാട്ട് പാടാൻ കഴിവ് കൊടുത്തിരിക്കുന്നു,
ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിവ് കൊടുത്തിരിക്കുന്നു, ഒരാൾക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ കഴിവ് കൊടുക്കുന്നു, ഒരാളെ ഇന്ന പദവിയിലാക്കി വെച്ചിരിക്കുന്നു. ഈ പദവിയിലും കാര്യങ്ങളിലൊക്കെ ആക്കി വെച്ചവര് അത് എങ്ങനെ വിനിമയം ചെയ്തു എന്ന് കർത്താവ് വരുമ്പോൾ ചോദിക്കുന്നു. എല്ലാവരും ഭയപ്പെടുന്നത് തന്നെ. ഒരാൾ ഒരു താരത്തിന് എന്ത് ചെയ്തു? കുഴിച്ചിട്ടിട്ട് കർത്താവിന് വല്ല പ്രയോജനമുണ്ടോ? കർത്താവിന് ഈ താരനൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ അറിയാം. കൊടുക്കുന്ന താരം നമ്മൾ ഉപയോഗിച്ചു എന്നാണ് കർത്താവിന് അറിയേണ്ടത്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഉടമസ്ഥനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മണവാളനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതുപോലെ രാജ്യത്വം പ്രാപിക്കാൻ പോയി വിദേശത്ത് പോയ വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത്. അവരെക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി, ആ കർത്താവിനെ കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ഈ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കർത്താവ് വരുമ്പോൾ ലജ്ജിക്കാൻ അവസ്ഥയില്ലാത്ത ഒരു വ്യക്തിയായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുമോ? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നിരന്തരമായുള്ള മനസ്സുബുദ്ധിക്കുള്ള രൂപാന്തരം, ദൈവവചനം, കൂട്ടായ്മ, ആരാധന, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിനോടൊന്ന് ജാഗരിച്ച് അങ്ങനെ കർത്താവിനെ കാത്തിരിക്കുന്ന ജനങ്ങൾ. തയ്യാറുണ്ടോ? ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൂടി ഒന്ന് പിടിച്ച് നമുക്ക് ധ്യാനിക്കുമോ? ഈ ഓരോന്നിനെ കുറിച്ചും ഇനി നിങ്ങൾ ആരെങ്കിലും വായിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങളെക്കുറിച്ചും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഉപമയ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത്തെ കാര്യത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാലാമത്തെ കാര്യത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഞ്ചാമത്തെ കാര്യത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ. ഇതെല്ലാം ഇന്ന് പുലർച്ചെ ഇരുന്ന് ഞാൻ എല്ലാം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സംശയമുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മറ്റെല്ലാത്തിലും വ്യത്യസ്തമായിട്ട് സൃഷ്ടിച്ചത്. മനുഷ്യൻ എന്ന വാക്കെങ്ങനെ ഉണ്ടായി നിങ്ങൾക്കറിയാമോ? മലയാളത്തിൽ മനുഷ്യൻ എന്ന പദം ഉണ്ടായി അറിയോ? മനനം ചെയ്യുന്നവൻ, അങ്ങനത്തെ പറഞ്ഞ മനനം ചെയ്യും, ചിന്തിക്കാനും ആ വാക്യം നമുക്ക് ധ്യാനിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെയൊക്കെ പ്രായമുള്ള കുട്ടികൾ, ആ ചർച്ചയുള്ള കുട്ടികൾ പറയണ വചനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. യൂത്ത് പോലത്തെ ക്യാമ്പായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രായമുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്. അവർ 5 പേരായിട്ട് രാവിലെ ക്വൈറ്റ് ടൈമിൽ ഇരിക്കുമ്പോൾ സോളമൻ്റെ പ്രായമുള്ള പയ്യൻ ഇങ്ങനെ പറയാം. എനിക്കൊന്ന് അത്ഭുതവും അസൂയയും. ഞാനെന്നെ ചിന്തിക്കുക, ദൈവമേ, സോളമൻ, സാമുവൽ, അതുപോലെ തന്നെ ജോയേൽ, ജോഷുവ, ആൽവിൻ, ആഗ്നസ്, ഒരു അതിഥി പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട്. 8ാം ക്ലാസ് അല്ല, 8ാം ക്ലാസ്. പേരൊന്നും ഉറക്കെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കട്ടെ. അജിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്നവനവൻ്റെ അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ കൈ പിടിച്ച് വന്നേക്കണം കേട്ടോ. അജിൻ, ഇവിടെ ഒരു രൂപ ഒന്നുമില്ല കേട്ടോ. വല്ലതും ഉണ്ടോ ഇവിടെ? ഒന്നുമില്ലല്ലോ. കർത്താവ് പറയും 2 3 പേർ തൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവരുടെ മധ്യേ കർത്താവിൻ്റെ സാന്നിധ്യം കേട്ടോ. ഈ കർത്താവിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ല. നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ നിന്റെ അച്ഛന് പറ്റിയില്ലെങ്കിൽ അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ ദൈവം പറഞ്ഞ വാക്കാണെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. യേശുവിനെ വിളിച്ച് അപേക്ഷിക്കണം. ദൈവം നിന്നെ മാനിക്കും കേട്ടോ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരെ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനത് കേട്ടത്, നമ്മളൊരു വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുക്കണമെന്ന് നമ്മുടെ എബി അയ്യൂർ പറഞ്ഞു. ഇനി മുഴുവൻ കേട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം എനിക്ക് ആ വാക്യം. കാരണം നമ്മൾ എടുക്കേണ്ട ഡോക്ടറേറ്റ് ഏതിലാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. മാനസാന്തരത്തിലോ എന്തൊരു കാര്യത്തിലാണ് നമ്മൾ ഡോക്ടറേറ്റ് എടുക്കേണ്ടത് എന്ന് അദ്ദേഹം പറയാനിട്ടുണ്ടായി. ആണോ? അന്നുണ്ടായിരുന്നോ? മീറ്റിങ്ങിലുണ്ടായിരുന്നോ? ഹല്ലേലൂയ. അതെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അദ്ദേഹം
അദ്ദേഹം കുറച്ച് കൂട്ടായ്മ അദ്ദേഹത്തിന് കൊടുക്കാൻ സംഘടിപ്പിച്ചു. അദ്ദേഹത്തിന് ഇത് കൊടുക്കാനായിട്ട് സാബു പാസ്റ്ററും ഇവരൊക്കെ കൂടി കൊണ്ടു ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് സ്വീകരിച്ചു, ഞാനത് നിങ്ങൾക്ക് തിരിച്ചു തരാം. നിങ്ങൾക്ക് വചനത്തിന് ആഗ്രഹമുള്ളവരാണെന്ന്, നിങ്ങൾ തിരുവല്ലക്കാരെ പോലെയും കുമ്പനാട്ടുകാരെ പോലെയും ഭയങ്കര റിച്ചായ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത് ഭൗതിക റിച്ചായ പാസ്റ്റേഴ്സ് അല്ലെങ്കിലും നിങ്ങൾ ആത്മീയ റിച്ചായ അതിനുള്ള ആത്മീയ ദാരിദ്ര്യമുള്ളവരാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ഇതുപോലത്തെ വേറെ മീറ്റിംഗ് നടത്താൻ അത് ഉപയോഗിച്ചു. ഈ കാലഘട്ടത്തിൽ എത്ര പേര് എത്ര കിട്ടും, എത്ര പേര് വരുമെന്ന് ചോദിച്ചാൽ ചിലർ ടൈം കൊടുക്കുന്നു. കേട്ടോ ഞാൻ പറഞ്ഞത്? ഞാൻ പറയുന്നതിന് അർത്ഥം ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ആഗ്രഹമുണ്ട് ഈ സഭയിലുള്ളവർ നിശ്ചയമായും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാനുണ്ട്. ആഴങ്ങളിലേക്ക് തങ്കച്ചൻ ബ്രദർ ആയാലും, ജിയോ ആയാലും, ടോമി ആയാലും, ആന്നി ബ്രദർ ആയാലും, ഇവിടെയുള്ള സഹോദരിമാരായാലും, അവർ പറയുന്ന വാക്യങ്ങൾ ദൈവവചനത്തിൻ്റെ ഫ്രെയിമിൽ നിന്ന് കേൾക്കുന്നവർക്ക് ആത്മീക വർധനമുണ്ടാക്കി ട്രാൻസ്ഫോം ചെയ്യാനുള്ള പരിശുദ്ധാത്മ ശക്തിയോടുകൂടി പറയുന്ന ഒരു 15 ആളുകൾ ചെയ്താൽ മതി. പ്രീസറോ, നിങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുക്കുമോ? ശിഷ്യത്വ പരിശീലനത്തിൻ്റെ ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ എങ്കിലും ഞാൻ ആഗ്രഹത്തോടൊരു ക്ലാസ് എടുക്കാം. കേട്ടോ, ആഗ്രഹത്തോടൊരു ക്ലാസ് എടുക്കാം. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വരാത്തവരുടെ പേര് എഴുതിയിരിക്കും, അവർക്ക് വരാത്ത ക്ലാസ് വീണ്ടും എടുത്തോളൂ. എങ്കിലും നിർബന്ധമുണ്ട്, ചർച്ചിലുള്ള ഒരു ശക്തരായ ശിഷ്യന്മാരായി മാറും. ഇന്ന് യഥാർത്ഥ ശിഷ്യനായിട്ട് നമുക്ക് മാറിയ കഴിഞ്ഞാൽ മറ്റുള്ളവർ ശിഷ്യരാക്കാൻ പറ്റുള്ളൂ, സഭകളെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. കേട്ടോ, അതുകൊണ്ട് അതിനായിട്ട് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഞാനൊരു വാക്കുകളോട് സമയം